വാർഡ് മെമ്പർ ജലജ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ജലജ, താങ്കൾക്ക് കേൾക്കാമോ? യെസ്. അങ്ങയുടെ തൊട്ടടുത്ത് തന്നെയാണോ ഈ അപകടം സംഭവിച്ച സ്പോട്ട്? എന്താണ് അവിടെ ഉണ്ടായത്? അങ്ങ് സ്പോട്ടിലുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും? സ്പോട്ടിലുണ്ട്. നമ്മുടെ നെടുമ്പൂർ പഞ്ചായത്ത് എന്റെ വാർഡിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. നമ്മുടെ ടിപ്പർ ലോറിയുടെ അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇവിടെ നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപകടം നടന്ന് ഒരു 10 മിനിറ്റിനകത്താണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോഴത്തേക്ക് 2-3 കോടിയോളം കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 9 കുട്ടികൾ ബസ് കാത്തു നിന്ന് ഒരു സ്ഥലത്തേക്കാണ് തിരിച്ചു കയറിയത്. അതിൽ 6 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 കുട്ടികൾ അതിനടിയിലായിപ്പോയി. പിന്നെ ബൈക്ക് യാത്രികരായിട്ടുള്ളവരും ഉണ്ട്. ഒരു അച്ഛനും മകളും ബൈക്കിൽ സ്കൂളിൽ മകളെ കൊണ്ടാക്കാനായിട്ട് വന്ന അച്ഛനും മകളും ഉണ്ട് എന്ന് അറിയാനാണ്. നല്ല വ്യക്തതയില്ല. ഇത് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന മണ്ണിനടിയിൽ ആളുകളുണ്ട്. ഒരു കുട്ടി കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. 3 കുട്ടികളാണ് മൊത്തം ഉണ്ടായിരുന്നത്. മണ്ണിപ്പോഴും പൂർണ്ണമായി മാറ്റാൻ പറ്റിയിട്ടില്ല അല്ലേ? മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പോലീസുകാരുടെയൊക്കെ വലിയ ജീവിതത്തില് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവയവങ്ങളൊക്കെ കൈകാര്യമൊക്കെ ഇനിയും കിട്ടാനുണ്ട്. അത് അതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ഈ ബസ് സ്റ്റോപ്പിനകത്തേക്ക് കയറിപ്പോയി വാഹനം, അതല്ലാതെ അതിന്റെ മുകളിലൂടെ മറിഞ്ഞതല്ല, അകത്തേക്ക് കയറി ഈ കുട്ടികളെ ഇടിച്ചങ്ങോട്ട് കയറി അല്ലേ? അതവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലെ ഒന്നുമില്ല. അതിനോട് ചേർന്ന കടയുടെ ഭാഗത്തായിട്ട് കുട്ടികൾ എല്ലാ ദിവസവും ബസ് സ്റ്റോപ്പ് അല്ല, ഒരു ബസ് സ്റ്റോപ്പ് ആയിരുന്നില്ല. അവിടെ ബസ്സിന് വേണ്ടി കാത്തു നിന്നു, അവിടേക്കാണ് ഇത് മറിഞ്ഞത് അല്ലേ? വസ്തുത സ്ഥലമാണ്, ബസ് സ്റ്റോപ്പായിട്ടില്ല. നിർത്തുന്നത് കാത്തു രാവിലെ നിന്ന കുട്ടികളും ബൈക്കിൽ യാത്ര ചെയ്തവരുമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോ ഒരു ഹരിലാലാണ്, ഒരു മുതിർന്ന 2 പേരുടെ മരണമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച്. അപ്പോൾ കുട്ടികൾ മാത്രമായിരുന്നില്ല ആ സമയം അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആ സമയം അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു അച്ഛനും മകളും അവരുടെയൊക്കെ അതിനകത്ത് പെട്ടുപോയി അല്ലേ? ഇപ്പോൾ ഒരു കുട്ടി കൂടി അതിനകത്തുണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ തെരയുന്നത്. അതുപോലെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും കിട്ടാനുണ്ട്. അതുകൂടി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിനെ വെട്ടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കലാശിച്ചതെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ എത്ര കണ്ട് സ്ഥിരീകരിക്കാവുന്ന ഒന്നാണ്? അതിനെ കുറിച്ചൊന്നും അറിയില്ല. അതിനെ കുറിച്ച് അറിയാൻ പാടില്ല. ഇങ്ങനെയാണ് അപകടം നടന്നത്. അമിത വേഗമായിരുന്നു എന്ന് മാത്രമേ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ 7 മണി 7:15 കൂടിയാണ് അല്ലേ അപകടം ഉണ്ടായത്? അതെ അതെ അതെ. ശരി. വാർഡ് മെമ്പർ ജലജയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വിദ്യാർത്ഥികൾ മാത്രമായിരുന്നില്ല, മുതിർന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആ സമയം അതുവഴി പാസ് ചെയ്ത ഒരു അച്ഛനും മകളും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന വിവരം കൂടിയാണ് വാർഡ് മെമ്പർ അവിടെ നിന്ന് നൽകുന്നത്. എന്തായാലും കുറേ നേരം പണിപ്പെട്ടാണ് ഈ മണ്ണിനടിയിൽ നിന്നും ഒപ്പം ഈ വാഹനത്തിനടിയിൽ നിന്നും ആളുകളെ പുറത്തെടുത്തത്. ഇപ്പോഴും അതിനകത്ത് ആളുകളുണ്ടോ എന്ന് സംശയമുണ്ട്. ആ സ്പോട്ടിലുള്ള വാർഡ് മെമ്പർ പറയുന്നതനുസരിച്ച് മണ്ണ് പൂർണ്ണമായി നീക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരും പ്രദേശവാസികളും ഫയർഫോഴ്സും ചേർന്ന പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പോഴും ആളുകളുണ്ടോ എന്ന് സംശയമുണ്ട്. പുറത്തെടുത്ത ആളുകളിൽ തന്നെ പലർക്കും മുഴുവൻ അവയവങ്ങളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരുടെ അവയവങ്ങൾക്ക്, നഷ്ടപ്പെട്ട അവയവങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് മനസ്സിലാക്കുന്നു. ആ നിലക്ക് അതിദാരുണമായ, അങ്ങേയറ്റം വേദനാജനകമായ ഒരു അപകടമാണ് രാവിലെ തന്നെ കേൾക്കുന്നതും കാണുന്നതും. കൊല്ലം കൊട്ടാരക്കരയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ടിപ്പർ ലോറി ബസ് കാത്തു നിന്ന ആളുകൾക്കിടയിലേക്ക്, വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയാണ് അതിദാരുണമായ അപകടമുണ്ടായതും അതിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായതും. അതിൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടോ? 2 പേർ മുതിർന്ന ആളുകളാണെന്നുള്ള സംശയമുണ്ട്. അതിലും സ്ഥിരീകരണം വരണം. ഒരാൾ നീലേശ്വരം സ്വദേശി ഹരിലാലാണ് എന്നുള്ള സംശയമുണ്ട്. മറിഞ്ഞത് മണ്ണ് കയറ്റി വന്ന ലോറിയാണ്, ടിപ്പർ ലോറിയാണ് രാവിലെ തന്നെ ഈ അപകടം വിതച്ചത്.